ഹായ് ഫ്രണ്ട്സ്, ഇത് ഞാൻ എവിടേക്കാണെന്നല്ലേ? ആ ഞാൻ പറയാം. നമ്മുടെ തിരുവനന്തപുരം ഹാൻഡ്ലൂം വില്ലേജിലേക്കുള്ള യാത്രയാണ് കേട്ടോ. തിരുവനന്തപുരം ബാലരാമപുരത്തുള്ള ഹാൻഡ്ലൂം വില്ലേജിലേക്കാണ് ഞാൻ പോകുന്നത്. നമ്മൾ ഇതിൻ്റെ മെയിൻ എൻട്രൻസിലായിരുന്നു ഇറങ്ങേണ്ടിയിരുന്നത്, പക്ഷേ ഞാൻ വേറൊരു ഇട റോഡിൻ്റെ അവിടെയാണ് വന്നിറങ്ങിയത്. ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതുവഴി നമുക്കിനി അകത്തേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇവിടെ എന്തിനാണ് വന്നതെന്നറിയാമല്ലോ, നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള സെറ്റും മുണ്ടും എടുക്കാനാണ്. ഈ ഒരു എൻട്രൻസിൽ കൂടെയാണ്, ഈ കാണിക്കുന്ന എൻട്രൻസിൽ കൂടെയാണ് നമ്മൾ അകത്തേക്ക് വരേണ്ടത്. പക്ഷേ നമ്മൾ അപ്പുറത്ത് കൂടെ വന്നതുകൊണ്ടാണ് ആ ഇട റോഡായി പോയത് കേട്ടോ. അപ്പോൾ ഇവിടെ അവരുടെ വീടുകളും അതുപോലെ തന്നെ ഷോപ്സുകളും ഒക്കെ ചേർന്നാണ് ഇരിക്കുന്നത്. ഇവിടുത്തെ സെറ്റ് മുണ്ടു എന്ന് പറയുമ്പോൾ അത്രയ്ക്കും ക്വാളിറ്റിയുള്ള നല്ല മിതമായ വിലയിൽ കിട്ടുന്നതാണ് ഇവിടെ സെറ്റ് മുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷവും വന്നിരുന്നു, പക്ഷേ അന്ന് ഞാൻ യൂട്യൂബ് ഇല്ലാത്തത് കൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. ഇതാ കണ്ടില്ലേ, ഈ ഷോപ്സിലൊക്കെ ഇങ്ങനെ 100 കണക്കിനുള്ള ഷോപ്സ് ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു മഹാദേവ ക്ഷേത്രമാണെന്ന് തോന്നുന്നു, ഒരു ക്ഷേത്രവും കൂടെ ഉണ്ട്. പക്ഷേ ക്ഷേത്രത്തിൽ പോകാനുള്ള ഇതിലല്ല വന്നതുകൊണ്ട് ഞാൻ അവിടെ കയറിയില്ല. പുറത്തു നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ അതിൻ്റെ തൊട്ടടുത്തുള്ള SS ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്ന ഷോപ്പിലാണ് ഞങ്ങൾ സെറ്റ് മുണ്ടും എടുക്കാൻ വന്നത് കേട്ടോ. SS ടെക്സ്റ്റൈൽസ് എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര്. അവിടെ ഞാനും മോളും കൂടെയാണ് വന്നത്. ആറ്റുകാലമ്മയ്ക്ക് എല്ലാ വർഷവും എടുക്കുന്നത് പോലെ തന്നെ ഒരു പുതിയ സെറ്റും മുണ്ടും വാങ്ങാനാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്, SS ടെക്സ്റ്റൈൽസ്. അപ്പോൾ ഇവിടെ അകത്തേക്ക് വന്നു. നമ്മൾ നേരെ പോയത് സെറ്റ് മുണ്ടിൻ്റെ സെക്ഷനിലേക്ക് തന്നെയാണ്. തിരക്കൊക്കെ ഇത്തിരി കുറവായിരുന്നു, കാരണം വൈകുന്നേരമായ സമയമായതുകൊണ്ടാണ്. വലിയ തിരക്കില്ല. സെറ്റ് മുണ്ട് ധാരാളം സെറ്റ് മുണ്ടും ഉണ്ടായിരുന്നു. ഡബിൾ മുണ്ടിലുള്ളതുണ്ടായിരുന്നു, സിംഗിൾ ആയിട്ടുള്ള സെറ്റ് മുണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് 2 സെറ്റ് മുണ്ടുമാണ് എടുക്കേണ്ടിയിരുന്നത്. ഒന്ന് നമ്മുടെ ആറ്റുകാൽ അമ്മയ്ക്ക് വേണ്ടി പൊങ്കാല ഇടാനുള്ളതും, വേറൊന്ന് പിന്നെ എന്താണ് കരിക്കകം ട്രിവാൻഡ്രം ശ്രീ കരിക്കകം ചാമുണ്ഡി ക്ഷേത്രത്തിലേക്കുള്ള പൊങ്കാല. ഇത് രണ്ടും എല്ലാ വർഷവും ഇടുന്ന പൊങ്കാലകളാണ്. ഇതാ ഇവിടെ ഒരു പ്രിൻറ്റഡ് ബ്ലൗസോട് കൂടിയ ഒരു സെറ്റ് മുണ്ടുമാണ് ആദ്യം അവർ കാണിച്ചത്. ഈ ഇരിക്കുന്നതെല്ലാം സെറ്റ് മുണ്ടിൻ്റെ സെക്ഷൻസ് തന്നെയാണ് കേട്ടോ. ഇതാ നോക്കിക്കേ, ഇത് വേറൊരു റെഡ് കളറിലെ പ്രിൻ്റ് ഉള്ളതായിരുന്നു. പിന്നീട് അവർ കാണിച്ചതെന്ന് പറഞ്ഞാൽ ഒരു ഗ്രീൻ ഷെയ്ഡുള്ള ഒരു ലാവൻഡർ കളറിലുള്ള ഒരു പ്രിൻ്റുള്ള ഒരു സെറ്റും മുണ്ടും കാണിച്ചിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു ഇത് കേട്ടോ. പക്ഷേ ഞാൻ ഇതല്ല വാങ്ങിയത്. വീണ്ടും അവരെടുത്തിട്ട മറ്റൊരു സെറ്റും മുണ്ടുമാണ് ഞാൻ സെലക്ട് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം 645 700-നകത്ത് വരുന്നതാണ് കേട്ടോ. ധാരാളം സെറ്റും മുണ്ട്. ഇതാ ഒരു ബ്ലാക്ക് ഷെയ്ഡിലുള്ളത് അവരെടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. ഇതിങ്ങനെയാണ് ഇതിൻ്റെ പ്രിൻ്റ് വരുന്നത്. ഫ്ലവർ പാറ്റേൺ ആണ് ഇത്. ടിഷ്യൂലുള്ള ചെക്സുള്ള ഗ്രീൻ ഷെയ്ഡിലുള്ളതാണ്. ഗ്രീൻ എവിടെ കണ്ടാലും എനിക്ക് ഭയങ്കര അട്രാക്ഷനാണ്. അപ്പോൾ ഇത് ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തു. ഇത് 640 650-ക്കകത്തേ ഇതിന് വിലയുള്ളൂ കേട്ടോ, ഡിസ്കൗണ്ടും കഴിഞ്ഞ്. ഇതിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡിലുള്ളതും ഉണ്ടായിരുന്നു. ഞാൻ എടുത്ത് നോക്കിയില്ല, കാരണം അതെനിക്ക് വേണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ അത് ബ്ലൂ കളറിലുള്ളത് എൻ്റെ അടുത്ത് വേറെ ഉള്ളത് കൊണ്ടാണ് എടുക്കാത്തത് കേട്ടോ. അപ്പോൾ അതുപോലെ വേറെ ഒരു സെറ്റ് മുണ്ട് കൂടെ എനിക്ക് വേണമായിരുന്നു. ഈ ഒരു പ്രിൻ്റ് എനിക്കിഷ്ടമായി. അപ്പോൾ ഇതിൽ കരയില്ല, അതായത് കസവില്ല, വെറും പ്രിൻസ് മാത്രമേ ഉള്ളൂ. എല്ലാം സിംഗിളാണ്, ഡബിൾ മുണ്ടല്ല, സിംഗിളാണ്. 2.8 ഉണ്ട്. വണ്ണമുള്ളവർക്കും അതുപോലെ ആർക്കും കൊടുക്കാവുന്ന രീതിയിലാണ്. അല്ലെങ്കിൽ നമ്മൾ പ്ലീറ്റ്സ് ഇടുമ്പോൾ പുറകോട്ട് നമുക്ക് നീളം കിട്ടില്ല, കുറച്ച് വണ്ണമുള്ള ആൾക്കാർക്കാണെങ്കിൽ. ഓക്കെ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ 2 സെലക്ട് ചെയ്തു. പിന്നെ മോക്ക് 2 ടോപ്സ് എടുക്കണമായിരുന്നു. അങ്ങനെ അതിൻ്റെ ഷോപ്പിൻ്റെ തന്നെ മുകളിലേക്ക് ഞങ്ങൾ പിന്നെ പോയി. അവിടെ ധാരാളം വിശാലമായ ഒരു ഷോറൂം തന്നെയായിരുന്നു. അവിടെ ധാരാളം പിന്നെ തുണികളും അതുപോലെ കുഞ്ഞു മക്കൾക്കുള്ളതും അല്ലാതെ ഒരു 13 to 15 ഇയേഴ്സിൻ്റെയും അതിൽ എബോവായിട്ടുള്ളവർക്കും ഉള്ള ധാരാളം ടോപ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ക്ലോത്ത് എന്ന് പറയുന്നത് നല്ല സ്മൂത്തായിട്ടിരിക്കും. ഹാൻഡ്ലൂം വില്ലേജിൽ നിന്ന് നമ്മൾ വാങ്ങുന്നതല്ല, മറ്റുള്ള ക്ലോത്ത് പോലെയല്ല. അപ്പോൾ അതുകൊണ്ടാണ്. അതുപോലെ വിലയും വളരെ മിതമായ വിലയ്ക്കാണ് കിട്ടിയത്. ഈ ടോപ്സൊക്കെ വെറും 300 രൂപയ്ക്ക് അകത്തേ ഉള്ളൂ കേട്ടോ. 260 സംതിങ്, അത്രയ്ക്കും വിലക്കുറവിനാണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ ധാരാളം ഞാൻ ചുറ്റി കറങ്ങി എല്ലായിടവും നോക്കി. ധാരാളം ടോപ്സുകളും അതുപോലെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതുപോലെ ഈ വീഡിയോ നമ്മളവിടെ ചോദിച്ചിട്ടാണ് അവരുടെ ഷോപ്പിൽ നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളത്. അവർക്കത് പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ എടുത്തത്. പിന്നെ ഈ ഗൗൺ നോക്കിക്കേ, നല്ല ഗ്രീൻ കളറിലുള്ള ഒരു ഗൗൺ കണ്ടു. എനിക്ക് നല്ല ഇഷ്ടം തോന്നി. ഗ്രീൻ എവിടെ കണ്ടാലും ഒരു വീക്ക്നെസ് ആണല്ലേ, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നോക്കിക്കേ, ധാരാളം ഡ്രസ്സസ്, കുഞ്ഞു മക്കളുടെയൊക്കെ ഡ്രസ്സസ് ഇവിടെ ധാരാളം ഉണ്ടായിരുന്നു.
അപ്പോൾ ഇതെല്ലാം എടുത്തു. അപ്പോൾ ഇനിയൊരു സെറ്റ് മുണ്ടും എനിക്ക് വേണം, പക്ഷെ അതെടുത്തില്ല ഇവിടെ നിന്ന്. കാരണം അത് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഏറ്റവും ആവശ്യമായുള്ള ഒരു ഭക്തയ്ക്ക് ഞാനത് കൊടുക്കും. ഇത് നമ്മൾ പറയേണ്ട കാര്യമല്ല. പിന്നെ ഇവിടെ റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ സെക്ഷനാണ്. ഇവിടെ XL, XXL ഈ സൈസിലൊക്കെ റെഡിമെയ്ഡ് ബ്ലൗസസ് ഉണ്ട്. ഞാനിങ്ങനെ ജസ്റ്റ് ആ റെഡിമെയ്ഡ് ബ്ലൗസസിൻ്റെ സെക്ഷനിൽ നോക്കി ഇവിടെ നിന്ന് 2 ബ്ലൗസ് വാങ്ങുകയും ചെയ്തു. ഒരു ഗ്രീൻ ആൻഡ് ഒരു റെഡുമാണ് ഞാൻ സെലക്ട് ചെയ്തത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ പറഞ്ഞു വന്ന ആ പൊങ്കാലയ്ക്ക് കൊടുക്കുന്ന ആ ഡ്രസ്സിൻ്റെ കാര്യമാണ്. അത് ഞാൻ ഏറ്റവും വേണം, ആർക്കാണോ ഏറ്റവും ആവശ്യം എന്നുള്ള ഒരു ഭക്തയ്ക്കായിരിക്കും അത് കൊടുക്കുക. അത് നമ്മൾ മറ്റൊരാളിനോട് നമ്മൾ ചെയ്യുന്ന ഇത് വസ്ത്രദാനം എന്ന് പറയുന്നത് ആരും അറിയാതെ ചെയ്യണമെന്നാണ്. പക്ഷെ നമ്മളിങ്ങനെ പറയുന്നത് വഴി ആർക്കെങ്കിലും അതൊരു ഇൻസ്പിറേഷൻ ആവുന്നുവെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ടാണത് ഞാൻ ഷോ ചെയ്യാമെന്ന് പറഞ്ഞത്. ഇനി പൊങ്കാല വ്ളോഗ് വരുമല്ലോ, അതിൽ ഞാൻ അതുകൂടെ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ പിന്നെ ഇനി ഒരു വസ്ത്രദാനം, അന്നദാനമൊക്കെ പൊങ്കാലയ്ക്ക് മുമ്പേ നമ്മൾ ചെയ്യുന്നത്, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്യുന്നത് വളരെ നല്ല കാര്യമായിരിക്കും അല്ലേ. അപ്പോൾ തിരിച്ച് ആറ്റുകാലമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു യാത്രയാണ്. ബാലരാമപുരത്തു നിന്ന് നേരെ നമ്മുടെ വീട്ടിലേക്ക് നെടുമങ്ങാട്ടേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ നിമിഷവും നമുക്ക് തന്ന ഈ ഒരു ജീവിതത്തിന് വേണ്ടിയും എല്ലാം ഭംഗിയായി നടത്താൻ സഹായിക്കുന്ന അമ്മയ്ക്ക് മനസ്സുകൊണ്ട് 1000 നന്ദി. അതുപോലെ തന്നെ യൂട്യൂബിലുള്ള എൻ്റെ ഓരോ ഫ്രണ്ട്സിന് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ഒരു യാത്ര കൂടിയാണ്. നമ്മൾ പൊങ്കാലയ്ക്ക് വേണ്ടി പൊങ്കാലയ്ക്ക് വേണ്ടി എടുക്കുന്ന ഈ സെറ്റ് മുണ്ടിന് വേണ്ടിയുള്ള ഒരു യാത്ര പോലും ഒരു വളരെയധികം ദൈവികത നിറഞ്ഞ വളരെ സന്തോഷമുള്ള നിമിഷങ്ങളാണിത്. അത് പറയാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ തിരുവനന്തപുരത്തേക്ക് ധാരാളം പേര് പൊങ്കാലയ്ക്ക് വേണ്ടി ഈ പ്രാവശ്യം എത്തുന്നുണ്ടെന്നറിയാം. എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആയിട്ടുള്ള ചിത്ര മാം പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണ്. മാം പറഞ്ഞിരുന്നു മാമിന് ആറ്റുകാൽ പൊങ്കാല ഇടാൻ ഭയങ്കര ആഗ്രഹമാണ് എന്ന് ഷെയർ ചെയ്തിരുന്നു. ചിത്ര വ്ളോഗ്സാണ്, ഞാൻ എന്നും കാണുന്ന ഒരു വ്ളോഗാണ്. അതിൽ സ്കൂബി എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുന്നത്, അത്രയും നല്ലൊരു പെറ്റാണ്, അത്രയും കെയർ ചെയ്യുന്ന പെറ്റാണ് സ്കൂബി. അതിനോടുള്ള ഇഷ്ടം എത്ര വാക്കുകളിൽ പറയാൻ കഴിയില്ല. അപ്പോൾ സ്കൂബിക്ക് വേണ്ടിയും ചിത്ര മാമിന് വേണ്ടി എൻ്റെ ഓരോ സബ്സ്ക്രൈബേഴ്സ്, പേരറിയാത്ത ധാരാളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. മറിയം ഷാജി എന്ന് പറയുന്ന ഒരു സബ്സ്ക്രൈബറുണ്ട്, ആദിത്യ വ്ളോഗ്സിലെ സബ്സ്ക്രൈബർ. അതുപോലെ ഓരോരുത്തർക്ക് വേണ്ടിയും ഹൃദയത്തിൻ്റെ ഭാഷയിലും സ്നേഹത്തിൻ്റെ ഭാഷയിലും ആറ്റുകാലമ്മയോട് ഞാൻ എല്ലാ നന്മകളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് യാത്ര. ഇത് നമ്മുടെ